ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 7th ക്വസ്റ്റ്യൻ ചെയ്യാം. കൂട്ടുകാരെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 1/2 ഓഫ് 2 3/4 ആൻഡ് 4 2/9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5/8 ഓഫ് 3 5/6 9 2/3. ഇത് രണ്ടും നമുക്ക് ചെയ്യണം. ഞാൻ മറ്റു സൊല്യൂഷൻസിലൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 2 3/4 ആണ് ചെയ്യേണ്ടത്. അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 3/4 എന്ന മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? 2 × 4 8 + 3 11/4 അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ചെയ്തതെന്ന്? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസൊക്കെ കാണണം. അതിലെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇൻട്രഡക്ഷൻ വീഡിയോയിലും വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും അതെല്ലാം കണ്ടോളൂല്ലോ. 1/2 ഇൻറ്റു 2 3/4 പകരം നമുക്ക് 11/4 എഴുതാം അല്ലേ? 1 × 11 ഈസ് 11, 2 × 4 ഈസ് 8. ഇനി നമുക്ക് ഇങ്ങനെ വരുമ്പോൾ മിക്സ് ഫ്രാക്ഷനിൽ തന്നെ ആൻസർ കൊടുക്കണമെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 11നെ 8 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1 × 8 ഈസ് 8, 11 - 8 ഈസ് 3. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതി കൊടുക്കാം നമുക്ക്? ഇതാണ് അതിൻ്റെ ഹോൾ നമ്പർ വരുന്നത്. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. 1 3/8 എന്ന് എഴുതി കൊടുക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്സ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ കൂട്ടുകാരെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1/2 ഓഫ് 4 2/9 ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു 4 2/9 എന്ന് എഴുതാം. 4 2/9 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതിന് 4 × 9 ഈസ് 36, 36 + 2 ഈസ് 38/9. അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതി കൊടുക്കാം. 1/2 ഇൻറ്റു 4 2/9 എന്നതിന് പകരം നമുക്ക് 38/9 എന്ന് എഴുതാം. 2ഉം 38ഉം ഈവൻ നമ്പേഴ്സ് ആണല്ലോ. അത് രണ്ടും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 38ഉം 9ഉം കൂടി കോമൺ ആയിട്ട് ഒരു നമ്പറായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് 2ഉം 38ഉം കൂടെ ഡിവൈഡ് ചെയ്യാം. 3ൽ 2 1 ടൈം, 1 ബാലൻസ് ഉണ്ട്. 18ൽ 2 9 ടൈംസ്, 2ൽ 2 1 ടൈം. 1 × 19 19/1 × 9 9 എന്ന് എഴുതാം നമുക്ക്. ഇനി ഈ ആൻസറിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 19നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 9s are 18. 9 - 8 is 1. 1 - 1 is 0. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഹോൾ നമ്പർ ഇതാണ്, അത് എഴുതി കൊടുത്തു. റിമൈൻഡർ ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ഈ ഡിവൈഡ് ചെയ്ത നമ്പർ ഇവിടെ നമ്മൾ എഴുതി കൊടുത്തു ഡിനോമിനേറ്റർ ആയിട്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. ഈ രണ്ട് സൊല്യൂഷനും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5/8 ഓഫ് 3 5/6 ആണ്. അപ്പോൾ ഇൻറ്റു 3 5/6 എന്ന് എഴുതാം. ഈ മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 3 5/6 ആണല്ലോ. 3 × 6 18, 18 + 5 ഈസ് 23/6 എന്ന് എഴുതാം. 5/8 ഇൻറ്റു 3 5/6 പകരം 23/6 എഴുതാം. ഇനി നമുക്കിവിടെ ഏതെങ്കിലും നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റുമോ നോക്കാം. ഒന്നും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 5 × 23. 3 5s are 15. 5 here, 1 up. 2 5s are 10. 10 + 1 is 11. 115/8 × 6 is 48. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 115നെ 48ഉമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 48നെ നമുക്കൊന്ന് 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. 8 × 3 ഈസ് 24. 4 here, 2 up. 4 × 3 is 12. 12 + 2 is 14.
144 കിട്ടിയത്. നമുക്ക് 115 അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 48നെ 2 ആയിട്ട് ചെയ്ത് നോക്കാം. 48 into 2. 8 into 2 is 16. 6 here, 1 up. 4 into 2 is 8. 8 plus 1 is 9. 96. 2 into 48 equals to 96. 5 minus 6 പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് ബോറോ ചെയ്തു. അത് 15 ആയി. ഇത് 0 ആയി മാറി അല്ലേ. 15 minus 6 is 9. Then 0 minus 9 is not possible. അപ്പോൾ നമുക്കത് 10 minus 9 ആക്കാം. അപ്പോൾ 1 എന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ 19 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് 219/48 എന്ന് എഴുതാം. ഇനി അടുത്തത് ചെയ്യാം നമുക്ക്. 5/8 into 9 2/3. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 9 2/3 എന്ന മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിന് 9 into 3 is 27. 27 plus 2 is 29/3 എന്ന് എഴുതാം. 5/8 into 29/3 എന്ന് കിട്ടും. 5 into 29 ചെയ്യാം. 9 5s are 45. 5 here, 4 up. 2 5s are 10. 10 plus 4 is 14. 145/8 3s are 24. നമുക്ക് 145നെ 24 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24നെ നമുക്ക് 5 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 into 5 is 20. 0 here, 2 up. 2 5s are 10. 10 plus 2 is 12. 120 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 24നെ 6 ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. 4 6 are 24. 4 here, 2 up. 2 6 are 12. 12 plus 2 is 14. 144 കിട്ടി. നമ്മുടെ കയ്യിൽ 145 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 6 എടുക്കാം. 6 24s are 144. 5 minus 4 is 1. 4 minus 4 is 0. 1 minus 1 is 0. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? ഇതാണ് നമ്മുടെ ഹോൾ നമ്പർ 6 1/24. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ സൊല്യൂഷനൊക്കെ ചെയ്തതെന്ന്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും ഇതിന് മുന്നുള്ള സൊല്യൂഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോസ് എല്ലാം കാണുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയണ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.